ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള നല്ലൊരു കൊല്ലമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ പുതിയ വർഷം നല്ല മധുരമായിട്ട് തുടങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കരിക്ക് പായസം. അതിനുവേണ്ടി ആദ്യം തന്നെ കരിക്കിൻ്റെ കാമ്പ് എടുക്കണം. കാമ്പ് നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ട് ഇരിക്കുമ്പോഴാണ് പായസം കൂടുതൽ അടിപൊളിയാവുക. പിന്നെ ഇത് എടുക്കണ നേരത്തെ ഇതേപോലെ ബ്രൗൺ കളർ തൊണ്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. അതങ്ങനെ മാറ്റിയില്ലെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അങ്ങനെ വൃത്തിയാക്കിയ 4 കരിക്കിൻ്റെ കാമ്പാണിത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പ് കിട്ടുകയാണെങ്കിൽ അടിപൊളി. അതേപോലെ കുറച്ച് ഇതേപോലെ ഹാർഡായിട്ടുള്ള കരിക്കാണെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല, അത് നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. പിന്നെ ഇതാ നോക്ക്, ഇതേപോലത്തെ സോഫ്റ്റ് കാമ്പ് എടുത്തിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് ഒരു അളവിലൊന്നുമല്ല, കാരണം നിങ്ങൾക്ക് നല്ലോണം കടിക്കാനായിട്ട് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോപ്പ് ചെയ്തിട്ട് ഇടാം. ഞാനിവിടെ അറൗണ്ട് 1/2 കപ്പാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അരയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കരിക്കിൻ്റെ വെള്ളം ചേർക്കാം. ഇത് അറിയാനായിട്ട് 1/4 to 1/2 കപ്പ് വരെ കരിക്കും വെള്ളം മതിയാവും. ഒറ്റയടിക്ക് കരിക്കും വെള്ളം ചേർക്കരുത്, കുറേശ്ശെ ചേർത്തോളോ. അതേപോലെ ഇനി കരിക്കും വെള്ളം തികഞ്ഞില്ലെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫൈൻ പേസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് നമുക്കൊരു വലിയ പാത്രത്തിൽ 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് ഫുൾ ക്രീം മിൽക്കാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. പാൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ ഇതാ പാലൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് പാലിനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് എത്ര ക്രീമി ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലവർക്ക് നല്ല ക്രീമി ആയിട്ടാണ് ഇഷ്ടം, അതേപോലെ ചിലവർക്ക് നല്ല ലൂസായിട്ടും. ഞാനിവിടെ ഇപ്പോൾ നല്ല കുടിക്കാൻ പാകത്തിന് ലൂസായിട്ടാണ് എടുക്കണേ. നല്ലോണം കുറുകി ഇരിക്കണില്ല, കാരണം പായസം ഇരിക്കും തോറും അത് കുറച്ചും കൂടി കട്ടിയായിട്ടാണ് വരിക. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വീണ്ടും അത് കുറുകി കിട്ടും. ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതാ പാലൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 3 ഏലക്ക ചതച്ചിട്ടിടാം. ഏലക്ക അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ കരിക്കിൻ്റെ ഫ്ലേവർ കുറഞ്ഞു പോകും. അതാണ് 3 ചേർത്തല്ലോ. അടുത്തത് മധുരം ചേർക്കാം. നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. പഞ്ചസാരയൊക്കെ മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ കരിക്കും വെള്ളത്തിൽ അരച്ചു വെച്ചേക്കുന്ന കാമ്പ് ചേർക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാം, ഇല്ലെങ്കിൽ വളരെ സിമ്മിലിട്ടിട്ട് ചേർത്തോളോ. ഇങ്ങനെ ചെയ്യുന്നത് പാല് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പാലും ആ അരപ്പും കൂടി നന്നായി മിക്സ് ആവുന്നത് വരെ അനക്കുക. അരച്ച കരിക്കിൻ്റെ കാമ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ കരിക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചോപ്പ് ചെയ്ത കരിക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. കരിക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് കട്ടിയിലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് തള വന്നു തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മുന്തിരിയും കാഷ്നട്ടൊക്കെ വറുത്തിട്ടിടാം. പക്ഷെ അതിങ്ങനെ സിമ്പിളായിട്ട് വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതാ നോക്ക്, നല്ല ലൂസായിട്ട് കുടിക്കാൻ പറ്റിയൊരു പാകമാണ്. ഇനി ഇതിരിക്കും തോറും കൂടുതൽ കട്ടിയാവും. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുകയെങ്കിൽ നല്ല ഐസ്ക്രീം പോലെ കഴിക്കാം. അപ്പോൾ കരിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.